സ്റ്റുഡൻസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററിയുടെ 6th സെമസ്റ്ററിൻ്റെ ഒരു പേപ്പറാണ് ഇന്ത്യൻ ഹിസ്റ്ററി. അതിൽ വരാൻ സാധ്യതയുള്ള 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വരുന്നത് ആർട്ടിക്കിൾ 356 ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഈ ആർട്ടിക്കിള് ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാ സംവിധാനം പരാജയപ്പെട്ടാൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ ഇന്ത്യൻ രാഷ്ട്രപതിയെ അനുവദിക്കുന്ന ആർട്ടിക്കിളാണ്. അതിൻ്റെ പതിവ് ഉപയോഗത്തെക്കുറിച്ചും രാഷ്ട്രീയ ദുരുപയോഗത്തിനുള്ള സാധ്യതകളെക്കുറിച്ചും ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ പ്രകാരം അനുവദിച്ചിരിക്കുന്ന അധികാരം ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണം ഏറ്റെടുക്കാൻ കേന്ദ്ര സർക്കാരിനെ അനുവദിക്കുന്ന തരത്തിലുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 356. ഇനി എന്താണ് താഷ്കന്റ് എഗ്രിമെൻറ്റ്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 1966 ഒപ്പുവെച്ച ഒരു കരാറാണ് താഷ്കന്റ് കരാർ. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലേക്ക് നയിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു കരാറായിരുന്നു ഇത്. ഇതിൻ്റെ ഇടനിലക്കാരായിട്ടുണ്ടായിരുന്നത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. യുദ്ധത്തിന് മുമ്പുള്ള രാഷ്ട്രങ്ങളിലേക്ക് തങ്ങളുടെ സൈന്യത്തെ പിൻവലിക്കാൻ ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധമാകുക എന്നുള്ളതാണ് ഈ ഒരു കരാറിൻ്റെ വ്യവസ്ഥ. കരാറിൽ ഒപ്പുവെച്ചതിന് തൊട്ടു പിന്നാലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി താഷ്കണ്ടിൽ വെച്ച് അന്തരിച്ചു എന്നത് ശ്രദ്ധേയമായിട്ടുള്ളൊരു വസ്തുതയാണ്. സുന്ദർലാൽ ബഹുഗുണയെക്കുറിച്ചാണ്. ഒരു പ്രമുഖ ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തകനും സിപ്കോ പ്രസ്ഥാന നേതാവുമായ സുന്ദർലാൽ ബഹുഗുണ വനങ്ങളുടെയും പരിസ്ഥിതിയുടെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വാദിച്ചു. വനനശീകരണത്തെക്കുറിച്ചും വനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവബോധം വളർത്തുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. അദ്ദേഹത്തിൻ്റെ ആക്ടിവിസം ഇന്ത്യയിലെ പരിസ്ഥിതി നയങ്ങളെ കാര്യമായിട്ട് സ്വാധീനിച്ചു. ഇനി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ കുറിച്ചാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായിരുന്നു. 1950 മുതൽ 62 വരെ സേവനമനുഷ്ഠിച്ചു. തൊഴിൽപരമായി അഭിഭാഷകനായിരുന്ന അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിലെ പ്രധാന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം ഭരണഘടനാ അസംബ്ലിയിൽ സുപ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. ഭരണഘടന ഉയർത്തിപ്പിടിക്കാനും ദേശീയ ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി അദ്ദേഹം തൻ്റെ പ്രസിഡന്റ് പദവിയെ ഉപയോഗപ്പെടുത്തി. ഇനി പഞ്ചശീല തത്വങ്ങളെക്കുറിച്ചാണ് പറയാനുള്ളത്, അല്ലെങ്കിൽ പഞ്ചശീല ഉടമ്പടിയെക്കുറിച്ചാണ് പറയാനുള്ളത്. ഇന്ത്യയും ചൈനയും തമ്മിൽ 1954 ഒപ്പുവെച്ച പഞ്ചശീല ഉടമ്പടി സമാധാനപരമായ സഹവർത്തിത്വത്തിൻ്റെ 5 തത്വങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഈ തത്വങ്ങളിൽ പ്രാദേശിക സമഗ്രതയ്ക്കും പരമാധികാരത്തിനും പരസ്പര ബഹുമാനം, ആക്രമണമില്ലായ്മ, പരസ്പരം ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കൽ, സമത്വവും പരസ്പര പ്രയോജനവും, സമാധാനപരമായ സഹവർത്തിത്വം ഇവയെല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമാധാനപരമായ ബന്ധത്തിന് ഒരു ചട്ടക്കൂട് സ്ഥാപിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇനി എന്താണ് ഡിമോണിറ്റൈസേഷൻ, അതായത് നോട്ട് അസാധുവാക്കൽ എന്ന് പറഞ്ഞാൽ? ഇതൊരു കറൻസി യൂണിറ്റിൻ്റെ നിയമപരമായിട്ടുള്ള ടെൻഡർ എന്ന പദവിയിൽ നിന്ന് നീക്കം ചെയ്യുന്ന പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്ന പദമാണ്. ഇന്ത്യയിൽ നോട്ട് അസാധുവാക്കലിൻ്റെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ 2016 സർക്കാർ 1000 എന്നീ നോട്ടുകൾ അസാധുവാക്കിയപ്പോൾ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ പലപ്പോഴും കള്ളപ്പണം തടയുക, അതുപോലെ തീവ്രവാദത്തിന് ധനസഹായം എന്നിവ നിർത്തലാക്കുക, ഇതൊക്കെയായിരുന്നു ഇവരുടെ ലക്ഷ്യങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇനി അടുത്തത് ഏഷ്യൻ റിലേഷൻസ് കോൺഫറൻസ്. 1947 ന്യൂഡൽഹിയിൽ നടന്ന ഈ സമ്മേളനം ഏഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ ഐക്യവും സഹകരണവും വളർത്തുന്നതിന് വേണ്ടി ജവഹർലാൽ നെഹ്റു സംഘടിപ്പിച്ചതാണ്. ഏഷ്യൻ ഐക്യദാർഢ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും കൊളോണിയൽ അനന്തര കാലഘട്ടത്തിൽ പൊതുവായ ആശങ്കയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പായിരുന്നു ഇത്. വിവിധ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഈ ചടങ്ങിൽ പങ്കെടുത്തു. ഇനി പുതിയ വിദ്യാഭ്യാസ നയം അഥവാ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയെക്കുറിച്ചാണ് പറയാനുള്ളത്. 2020 ഇന്ത്യയുടെ പുതിയ വിദ്യാഭ്യാസ നയം എല്ലാ തലങ്ങളിലും വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പരിവർത്തനാത്മകമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ്. നൈപുണ്യ വികസനത്തിനും വിമർശനാത്മക ചിന്തയ്ക്കും ഊന്നൽ നൽകിക്കൊണ്ട് വിദ്യാഭ്യാസത്തെ കൂടുതൽ സമഗ്രവും വഴക്കമുള്ളതും മൾട്ടി ഡിസിപ്ലിനറി ആക്കുന്നതിൽ ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. പാഠ്യപദ്ധതി, പെഡഗോഗി, മൂല്യനിർണ്ണയം എന്നിവയിൽ കാര്യമായ പരിഷ്കാരങ്ങൾ ഈ നയം നിർദ്ദേശിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 370 പറയാനുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഈ ആർട്ടിക്കിള് ജമ്മു കാശ്മീർ സംസ്ഥാനത്തിന് ഒരു പ്രത്യേക സ്വയംഭരണ പദവി നൽകി സംസ്ഥാനത്തിന് അതിൻ്റേതായ ഭരണഘടന, പതാക, ഭരണപരമായ സ്വയംഭരണം എന്നിവ അനുവദിച്ചു. 2019 ഓഗസ്റ്റിൽ ഇന്ത്യൻ സർക്കാർ ആർട്ടിക്കിൾ 370 റദ്ദാക്കി. ഇത് ഇന്ത്യയിൽ കാര്യമായ രാഷ്ട്രീയവും സാമൂഹികവുമായ മാറ്റങ്ങൾക്ക് കാരണമായി.
ഇനി മണ്ഡൽ കമ്മീഷനെ കുറിച്ചാണ് പറയാനുള്ളത്. മണ്ഡൽ കമ്മീഷൻ 1979 സ്ഥാപിതമായി. ഇന്ത്യയിലെ സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ തിരിച്ചറിയാൻ നിയമിച്ച കമ്മീഷനാണ് ഇത്, മണ്ഡൽ കമ്മീഷൻ. 1980 അതിൻ്റെ സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം ശുപാർശ ചെയ്തു. 1990 ഈ ശുപാർശകൾ നടപ്പിലാക്കിയത് വ്യാപകമായ പ്രതിഷേധങ്ങൾക്കും സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള സംവാദങ്ങൾക്കും കാരണമായിട്ടുണ്ട്. ഇനി എന്താണ് RTI അഥവാ വിവരാവകാശം അല്ലെങ്കിൽ റൈറ്റ് ടു ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ, 2005 വിവരാവകാശ നിയമം ഇന്ത്യൻ പൗരന്മാരെ പൊതു അധികാരികളിൽ നിന്ന് വിവരം തേടാൻ അധികാരപ്പെടുത്തുന്നു. ഭരണത്തിൽ സുതാര്യതയും ഉത്തരവാദിത്തവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു നിർണായക ഉപകരണമാണിത്. സർക്കാർ നയങ്ങൾ, തീരുമാനങ്ങൾ, പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ അഭ്യർത്ഥിക്കാനും സ്വീകരിക്കാനും നിയമം പൗരന്മാരെ അനുവദിക്കുന്ന ഒരു നിയമമാണിത്. ഇനി എക്കണോമിക് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പത്തിക ആസൂത്രണം. ആസൂത്രണ കമ്മീഷൻ പഞ്ചവത്സര പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ ഒരു ആസൂത്രിത സാമ്പത്തിക മാതൃക സ്വീകരിച്ചു. വിവിധ മേഖലകളിലുടനീളം ലക്ഷ്യങ്ങൾ നിശ്ചയിച്ചും വിഭവങ്ങൾ വിനിയോഗിച്ചും രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തെ നയിക്കാൻ ഈ പദ്ധതികൾ ലക്ഷ്യമിട്ടു. ഇന്ത്യയുടെ സാമ്പത്തിക പാത രൂപപ്പെടുത്തുന്നതിൽ സാമ്പത്തിക ആസൂത്രണത്തിന് കാര്യമായിട്ടുള്ള പങ്കുണ്ട്. ഇനി എന്താണ് സിംല എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 1972 ഒപ്പുവെച്ച സിംല ഉടമ്പടി 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ തുടർന്ന് സമാധാനപരമായ ബന്ധത്തിന് അടിത്തറ പാകാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയായിരുന്നു. തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഉഭയകക്ഷി ചർച്ചകൾക്ക് ഇത് ഊന്നൽ നൽകുകയും നിയന്ത്രണ രേഖ സ്ഥാപിക്കുകയും ചെയ്തു. കാശ്മീരിന്റെ പേരിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാക്കുക എന്നുള്ളതായിരുന്നു ഈ കരാറിന്റെ ലക്ഷ്യം. ഇനി വരുന്നത് നർമ്മദ ബച്ചാവോ ആന്തോളൻ പദ്ധതിയെക്കുറിച്ചാണ്. നർമ്മദാ നദിക്ക് കുറുകെ വലിയ അണക്കെട്ടുകൾ നിർമ്മിക്കുന്നതിനെതിരായ ഒരു സാമൂഹിക പ്രസ്ഥാനമാണിത്. മേധാ പട്കറെ പോലുള്ള ആക്ടിവിസ്റ്റുകളുടെ നേതൃത്വത്തിൽ ഈ പദ്ധതികളുടെ പാരിസ്ഥിതികവും സാമൂഹികവുമായ ആഘാതത്തെക്കുറിച്ചും സമൂഹങ്ങളുടെ കുടിയിറക്കം ഉൾപ്പെടെയുള്ള ആശങ്കകളെക്കുറിച്ചും ഈ പ്രസ്ഥാനം ഊന്നി പറയുന്നുണ്ട്. ഇപ്പോൾ പാരിസ്ഥിതിക പ്രവർത്തനത്തിൻ്റെ ഒരു പ്രധാന ഉദാഹരണമായിട്ട് ഇന്ത്യയിൽ അറിയപ്പെടുന്ന പ്രസ്ഥാനമാണ് ഇത്, നർമ്മദാ ബച്ചാവോ ആന്തോളൻ എന്നുള്ള ആ ഒരു പ്രസ്ഥാനം. ഇനി VP മൊയ്നോനെ കുറിച്ചാണ് പറയാനുള്ളത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ നാട്ടുരാജ്യങ്ങളുടെ രാഷ്ട്രീയ സംയോജനത്തിൽ നിർണായകമായ പങ്ക് വഹിച്ച ഒരു ഇന്ത്യൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു VP മേനോൻ. സർദാർ വല്ലഭായ് പട്ടേലുമായി ചേർന്ന് പ്രവർത്തിച്ച ഇദ്ദേഹം നൂറുകണക്കിന് നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കുന്നതിനുള്ള ചർച്ചകളിൽ പ്രധാന പങ്ക് വഹിച്ചു. ആധുനിക ഇന്ത്യയുടെ ഭൂപടം രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ നിർണായകമാണ്. ഇനി നമുക്ക് രാജഗോപാലാചാരിയെ കുറിച്ച് നോക്കാം. രാജാജി എന്നറിയപ്പെടുന്ന ചക്രവർത്തി രാജഗോപാലാചാരി ഒരു ഇന്ത്യൻ രാഷ്ട്രതന്ത്രജ്ഞനും അഭിഭാഷകനും എഴുത്തുകാരനുമായിരുന്നു. ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവുമായിരുന്നു അദ്ദേഹം. പിന്നീട് നെഹ്റുവിന്റെ നയങ്ങളുടെ വിമർശകനായി മാറിയ അദ്ദേഹം സ്വതന്ത്ര പാർട്ടി സ്ഥാപിച്ചു. കൂടുതൽ കമ്പോളാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയ്ക്ക് വേണ്ടി അദ്ദേഹം വാദിച്ചു. ഇനി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയെക്കുറിച്ച്, അതായത് ഭരണഘടനാ അസംബ്ലിയെക്കുറിച്ച് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ കരട് തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഒരു ബോഡിയാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. പ്രവിശ്യ നിയമനിർമ്മാണ സഭകളും നാട്ടുരാജ്യങ്ങളും പരോക്ഷമായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഇതിൽ ഉൾപ്പെടുന്നു. അസംബ്ലി 1946 ആദ്യ സമ്മേളനം നടത്തുകയും 1949 ഭരണഘടന അംഗീകരിക്കുകയും 1950 പ്രാബല്യത്തിൽ വരികയും ചെയ്തു. 42nd അമെൻമെന്റ്, അതായത് 42ാം ഭേദഗതിയെക്കുറിച്ച് നോക്കാം. 1976 അടിയന്തരാവസ്ഥക്കാലത്ത് പാസാക്കിയ 42ാം ഭേദഗതി ഇന്ത്യൻ ഭരണഘടനയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തി. ആമുഖത്തിലെയും ജുഡീഷ്യറിയുടെ അധികാരത്തിലെയും മാറ്റങ്ങൾ ഉൾപ്പെടെയുള്ള മാറ്റങ്ങളുടെ വ്യാപ്തി കാരണം ഇതിനെ മിനി ഭരണഘടന എന്ന് വിളിക്കാറുണ്ട്. ഈ മാറ്റങ്ങളിൽ ചിലത് പിന്നീടും മാറ്റപ്പെട്ടിട്ടുണ്ട്. എന്താണ് ആന്റി ഹിന്ദി മൂവ്മെന്റ്, അതായത് ഹിന്ദി വിരുദ്ധ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പ്രസ്ഥാനം ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ ഹിന്ദിയെ ഏക ഔദ്യോഗിക ഭാഷയായി അടിച്ചേൽപ്പിക്കുന്നതിനെ എതിർക്കുന്ന രീതിയിലുള്ളതായിരുന്നു. ഇംഗ്ലീഷിന്റെ തുടർച്ചയായ ഉപയോഗത്തിനും പ്രാദേശിക ഭാഷകളുടെ അംഗീകാരത്തിനും വേണ്ടി വാദിച്ചുകൊണ്ട് പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും നടന്നു. ഈ പ്രസ്ഥാനം ഇന്ത്യയിലെ ഭാഷാ നയത്തെ കാര്യമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. ഇനി മൈനോറിറ്റീസ് എന്ന് പറഞ്ഞ ആ പദത്തിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ എന്ന പദം ഭൂരിപക്ഷ ജനസംഖ്യയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എണ്ണത്തിൽ കുറവായ മതങ്ങളും ഭാഷാപരവും സാംസ്കാരികവുമായ ഗ്രൂപ്പുകളെയും സൂചിപ്പിക്കുന്ന പദമാണ്. ഇന്ത്യൻ ഭരണഘടന ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ വ്യതിരിക്തമായ ഐഡന്റിറ്റി സംരക്ഷിക്കുന്നതിനും അവരുടെ തുല്യ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനും സംരക്ഷണം നൽകുന്നുണ്ട്. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളും പ്രാതിനിധ്യങ്ങളും സംബന്ധിച്ച പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്.
ഇത് ഇന്ത്യയുടെ സാമൂഹികവും രാഷ്ട്രീയമായ ഭൂപ്രകൃതിയുടെ ഒരു പ്രധാന ഭാഗം തന്നെയാണ്. ഇനി വിക്രം സാരാഭായിയെ കുറിച്ച് നോക്കാം. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വിക്രം സാരാഭായി ഒരു ദീർഘവീക്ഷണമുള്ള ശാസ്ത്രജ്ഞനും സ്ഥാപന നിർമ്മാതാവുമായിരുന്നു. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ സ്ഥാപിക്കുന്നതിലും ഇന്ത്യയിലെ ബഹിരാകാശ ഗവേഷണവും വികസനവും പ്രോത്സാഹിപ്പിക്കുന്നതിനും അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു. ആഗോള ബഹിരാകാശ ഭൂപടത്തിൽ ഇന്ത്യയെ പ്രതിഷ്ഠിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ നിർണായകമാണ്. ഇനി എന്താണ് എഡ്യൂസാറ്റ്? വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി മാത്രം നിർമ്മിച്ച ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹമാണ് എഡ്യൂസാറ്റ് അഥവാ വിദ്യാഭ്യാസ ഉപഗ്രഹം. 2004 ആരംഭിച്ച ഇത് രാജ്യത്തുടനീളമുള്ള സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും കണക്ടിവിറ്റി നൽകി വിദൂര പഠനം സുഗമമാക്കുകയും വിദ്യാഭ്യാസത്തിലേക്കുള്ള പ്രവേശനം മെച്ചപ്പെടുത്തുകയും ചെയ്തു. വിദ്യാഭ്യാസ വികസനത്തിന് ബഹിരാകാശ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിലെ സുപ്രധാനമായുള്ള ഒരു ചുവടുവെപ്പായിരുന്നു ഇത് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് എം വിശ്വേശ്വരയ്യയെ കുറിച്ച് നോക്കാം. സർ മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യ ഒരു പ്രമുഖ ഇന്ത്യൻ എഞ്ചിനീയറും പണ്ഡിതനും രാഷ്ട്രതന്ത്രജ്ഞനുമായിരുന്നു. ഇന്ത്യയിലെ വൻകിട ജലസേചന അടിസ്ഥാന സൗകര്യ പദ്ധതികൾ രൂപകൽപ്പന ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിലും അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു. അദ്ദേഹത്തിന്റെ സംഭാവനകളെ മാനിച്ച് അദ്ദേഹത്തിന്റെ ജന്മദിനമായ സെപ്റ്റംബർ 15 എഞ്ചിനീയർമാരുടെ ദിനമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. ഹിന്ദു ഗ്രോത്ത് റേറ്റ്, ഹിന്ദു വളർച്ചാ നിരക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ദശകങ്ങളിൽ ഏകദേശം 1950 മുതൽ 80 വരെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ കുറഞ്ഞ വാർഷിക വളർച്ചാ നിരക്ക് വിവരിക്കാൻ ഈ പദം ഉപയോഗിക്കുന്നുണ്ട്. മന്ദഗതിയിലുള്ള വ്യാവസായിക വളർച്ചയും ബ്യൂറോക്രാറ്റിക് തടസ്സങ്ങളുമാണ് ഇതിന്റെ സവിശേഷത. 1990കളിലെ സാമ്പത്തിക ഉദാരവൽക്കരണം ഇന്ത്യയുടെ വളർച്ചാ നിരക്കിൽ ഗണ്യമായ വർധനവിന് കാരണമായി. ഈ ഘട്ടത്തിനപ്പുറത്തേക്ക് ഈ ഒരു വളർച്ചാ നിരക്ക് നീങ്ങുകയാണ് ചെയ്തത്. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം 1952 ആരംഭിച്ച ഇത് ഇന്ത്യയിലെ ആദ്യകാല ഗ്രാമീണ വികസന പരിപാടികളിലൊന്നായിരുന്നു. ജനപങ്കാളിത്തത്തിലൂടെ ഗ്രാമതലത്തിൽ സാമൂഹികവും സാമ്പത്തികവുമായ പരിവർത്തനം കൊണ്ടുവരാനാണ് ഇത് ലക്ഷ്യമിടുന്നത്. കൃഷി, വിദ്യാഭ്യാസം, ആരോഗ്യം, അടിസ്ഥാന സൗകര്യ വികസനം എന്നീ മേഖലകളിലാണ് പരിപാടി ഊന്നൽ നൽകുന്നത്. ഇനി ഗ്രാമസഭയെക്കുറിച്ച് നോക്കാം. ഗ്രാമതലത്തിലെ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ പ്രാഥമിക സ്ഥാപനമാണ് ഗ്രാമസഭ. ഗ്രാമത്തിലെ പ്രായപൂർത്തിയായ എല്ലാ താമസക്കാരും ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ പ്രാദേശിക ഭരണത്തിലും വികസനത്തിലും തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള ഉത്തരവാദിത്വമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. പങ്കാളിത്ത ജനാധിപത്യത്തിലും അടിസ്ഥാന വികസനത്തിലും ഇത് നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. എന്താണ് ബെൽഗ്രേഡ് കോൺഫറൻസ്? 1961 നടന്ന ബെൽഗ്രേഡ് സമ്മേളനം ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ നോൺ അലൈൻമെന്റ് മൂവ്മെന്റിന്റെ ഔപചാരിക സ്ഥാപനം അടയാളപ്പെടുത്തി. ഇന്ത്യയിലെ ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള മറ്റ് സ്വതന്ത്ര രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കൾ 2 ശീതയുദ്ധ മഹാശക്തികളിൽ നിന്ന് സ്വതന്ത്രമായിട്ട് ഒരു പാതയ്ക്ക് വേണ്ടി വാദിച്ചു. ഇതാണ് ഒരു ചേരിയിലും പെടാതെ സ്വന്തമായി നിൽക്കുക, അഭിപ്രായങ്ങൾ ഒരു സാമൂഹിക അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ സ്വന്തമായ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്ന ഒരു വിഭാഗമായി നിൽക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അങ്ങനെയാണ് സമാധാനം, നിരായുധീകരണം, ഒരു പുതിയ അന്താരാഷ്ട്ര സാമ്പത്തിക ക്രമം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ലക്ഷ്യത്തോടു കൂടി നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് സ്ഥാപിക്കപ്പെട്ടത്. ഇനി എന്താണ് MGNREGA എന്ന് പറഞ്ഞാൽ? 2005 മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം വൈദഗ്ധ്യമില്ലാത്ത ജോലികളിൽ ചെയ്യാൻ ഗ്രാമീണ കുടുംബങ്ങളിലെ വ്യക്തികൾക്ക് ഒരു സാമ്പത്തിക വർഷത്തിൽ 100 ദിവസത്തെ വേതന തൊഴിലുറപ്പ് പദ്ധതിയാണ് ഇത് MGNREGA എന്ന് പറഞ്ഞാൽ. ഇപ്പം ലോകത്തിലെ ഏറ്റവും വലിയ വർക്ക് ഗ്യാരണ്ടി പ്രോഗ്രാമുകളിൽ ഒന്നായിട്ടുള്ള ഇത് ഒരു സുരക്ഷാ കവചം നൽകാനും ഗ്രാമീണ ഉപജീവന മാർഗം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതിയാണിത്. പെരിയാർ ഡാം എന്താണ്? നമുക്കറിയാലോ, കേരളത്തിലെ പെരിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാവിറ്റി അണക്കെട്ടാണിത്. തിരുവിതാംകൂർ മഹാരാജാവും ബ്രിട്ടീഷ് ഗവൺമെൻറ് തമ്മിലുള്ള ഉടമ്പടി പ്രകാരം നിർമ്മിച്ച ഇത് കേരളവും തമിഴ്നാടും തമ്മിലുള്ള സുരക്ഷയും ജലപങ്കാളിത്തവും സംബന്ധിച്ച തർക്ക വിഷയമാണ്. വിഷയം അന്തർ സംസ്ഥാന ജലതർക്കമായിട്ട് തുടരുന്നുണ്ട്. ഇനി എന്താണ് ഓപ്പറേഷൻ പോളോ? 1948 സെപ്റ്റംബറിലെ ഇന്ത്യൻ സൈനിക നടപടിയുടെ കോഡ് നാമമാണ് ഓപ്പറേഷൻ പോളോ. ഹൈദരാബാദ് നാട്ടുരാജ്യത്തെ ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയായിരുന്നു ഇത്. ഇനി നമുക്ക് ഫസൽ അലിയെ കുറിച്ചാണ് പറയാനുള്ളത്. അദ്ദേഹം ഒരു ഇന്ത്യൻ ജഡ്ജിയും സംസ്ഥാന പുനഃസംഘടനാ കമ്മിറ്റിയുടെ ചെയർമാനുമായിരുന്നു.
ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന അതിർത്തികൾ പുനഃസംഘടിപ്പിക്കാൻ ശുപാർശ ചെയ്യുന്നതിന് വേണ്ടി 1953 SRC രൂപീകരിച്ചു. 1955 സമർപ്പിച്ച കമ്മീഷൻ റിപ്പോർട്ട് ഇന്ത്യയിലെ സംസ്ഥാന അതിർത്തികളുടെ പുനർനിർമ്മാണത്തിൽ കാര്യമായിട്ടുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇനി എന്താണ് മൻഡാമസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മാൻഡമസ് എന്ന് പറഞ്ഞാൽ, നിയമത്തിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെയോ ബോഡിയെയോ അവരുടെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ ശരിയായി നിറവേറ്റുന്നതിനോ അല്ലെങ്കിൽ വിവേചനാധികാരത്തിന്റെ ദുരുപയോഗം തിരുത്തുന്നതിനോ വേണ്ടി ഒരു സുപ്പീരിയർ കോടതി പുറപ്പെടുവിച്ച ജുഡീഷ്യൽ റിട്ടാണ് ഇത് മാൻഡമസ് അല്ലെങ്കിൽ മൻഡാമസ് എന്ന് പറഞ്ഞാൽ. പൊതു അധികാരികൾ നിയമത്തിനനുസൃതമായി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ ജുഡീഷ്യറി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഇത് മാൻഡമസ്. ഇന്ത്യൻ ഭരണഘടന പ്രകാരമുള്ള പ്രത്യേക അവകാശ റിട്ടുകളിൽ ഒന്നാണ് ഈ റിട്ട് എന്ന് പറഞ്ഞാൽ. ഇനി എന്താണ് ഡബിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ? ഒരു വ്യക്തി ഒരേ സമയം 2 രാജ്യങ്ങളിലെ പൗരന്മാരായിരിക്കുന്ന അവസ്ഥയാണ് ഇരട്ട പൗരത്വം എന്ന ആശയം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ത്യ അതിൻ്റെ ഭരണഘടന പ്രകാരം ഇരട്ട പൗരത്വം അനുവദിക്കുന്നില്ല. എന്നിരുന്നാലും മറ്റൊരു രാജ്യത്തിൻ്റെ പൗരത്വം നേടിയ ഇന്ത്യൻ വംശജർക്ക് ചില അവകാശങ്ങൾ നൽകുന്ന ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ എന്ന പദവി ഇന്ത്യ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇനി ചന്ദ്രയാനെക്കുറിച്ച് നോക്കാം. ഇന്ത്യയുടെ ചന്ദ്ര പരിവേഷണ പരിപാടിയുടെ പേരാണ് ചന്ദ്രയാൻ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം അയച്ച ചാന്ദ്ര ഓർബിറ്റുകളും ഇമ്പാക്ടറുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. 2008 വിക്ഷേപിച്ച ചന്ദ്രയാൻ 1 ചന്ദ്രനിലെ ജലതന്മാത്രകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. ചന്ദ്രയാൻ 2 2019 വിക്ഷേപിച്ചു. ചന്ദ്രയാൻ 3 2023 ചന്ദ്രനിൽ വിജയകരമായിട്ട് ഇറങ്ങി. ഇനി എന്താണ് മഹൽനോബിസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ? പ്രശാന്ത ചന്ദ്ര മഹൽനോബിസ് ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞനും സ്റ്റാറ്റിസ്റ്റീഷ്യനുമായിരുന്നു. ഇന്ത്യയിലെ സ്ഥിതിവിവര കണക്കുകളുടെ പിതാവായി കണക്കാക്കപ്പെടുന്ന അദ്ദേഹം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. അദ്ദേഹം ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുകയും പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ തമ്മിലുള്ള ദൂരത്തിൻ്റെ അളവുകോലായിട്ടുള്ള മഹൽനോബിസ് ദൂരം വികസിപ്പിച്ചെടുക്കുകയും ചെയ്തു. ഇനി 5th 5-year പ്ലാനിനെ കുറിച്ച്, അതായത് 5ാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ചാണ് പറയുന്നത്. 1974 മുതൽ 78 വരെ നടന്ന ഈ പദ്ധതി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ സ്വാശ്രയത്വം കൈവരിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 1971 യുദ്ധത്തിൻ്റെയും എണ്ണ പ്രതിസന്ധിയുടെയും പശ്ചാത്തലത്തിലാണ് ഇത് രൂപപ്പെടുത്തിയത്. പദ്ധതി കൃഷി, വ്യവസായം, സാമൂഹിക നീതി എന്നിവയ്ക്ക് ഊന്നൽ നൽകി. ഇനി അശോക് മേത്തയെക്കുറിച്ച് നോക്കാം. ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരനും സോഷ്യലിസ്റ്റ് നേതാവുമായിരുന്നു അശോക് മേത്ത. പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുടെ അവലോകനത്തിനു വേണ്ടി 1977 ഇന്ത്യൻ സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം. ഈ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും അധികാര വികേന്ദ്രീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി അശോക് മേത്ത കമ്മിറ്റി ശുപാർശകൾ നൽകി. ഇനി കാശ്മീർ ഇഷ്യൂവിനെ കുറിച്ച് നോക്കാം. കാശ്മീർ മേഖലയെ ചൊല്ലി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന പ്രാദേശിക തർക്കത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ ഒരു തർക്കത്തിന്റെ വേരുകൾ 1947 ഇന്ത്യയുടെ വിഭജനത്തിലേക്കാണ് എത്തുന്നത്. ഇത് ഒന്നിലധികം യുദ്ധങ്ങൾക്കും സംഘർഷങ്ങൾക്കും കാരണമായി. ഈ പ്രദേശം ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന എന്നിവിടങ്ങളിൽ നിന്ന് വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ഓരോന്നും അതിൻ്റെ ഭാഗങ്ങൾ നിയന്ത്രിക്കുന്നുമുണ്ട്. ഇനി VP സിംഗിനെ കുറിച്ച് നോക്കാം. 1989 മുതൽ 1990 വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ച ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരനാണ് വിശ്വനാഥ് പ്രതാപ് സിംഗ്. അദ്ദേഹത്തിൻ്റെ സർക്കാർ അത് നടപ്പിലാക്കുന്നതിൽ വിജയിച്ചു. മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് സർക്കാർ ജോലികളിൽ സംവരണം നൽകുന്ന മണ്ഡൽ കമ്മീഷൻ ശുപാർശകൾ, ഈ തീരുമാനം സാമൂഹികവും രാഷ്ട്രീയവുമായ ഇതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളിൽ നിന്നുള്ളതാണ്. ഇത് സാമൂഹികവും രാഷ്ട്രീയവുമായ ഒരു വൻ കുതിച്ചുചാട്ടത്തിലേക്ക് എത്തിച്ചു. ഇനി എന്താണ് AFSPA, അതായത് ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേർഡ് ആക്ട് എന്ന് പറഞ്ഞാൽ? ശല്യപ്പെടുത്തുന്ന പ്രദേശങ്ങളെന്ന് പ്രഖ്യാപിച്ച പ്രദേശങ്ങളിൽ ഈ നിയമം ഇന്ത്യൻ സായുധ സേനയ്ക്ക് പ്രത്യേക അധികാരങ്ങൾ നൽകുന്നു. വ്യക്തികളെ തിരയാനും അറസ്റ്റ് ചെയ്യാനും വെക്കാനും പോലും സുരക്ഷാ സേനയ്ക്ക് അനുവാദമുണ്ട്. മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ കാരണം AFSPA വിവാദമാകുകയും ജമ്മുകാശ്മീർ, വടക്കുകിഴക്കൻ മേഖലകളിൽ എന്നിവയിൽ അത് പ്രാബല്യത്തിൽ വരികയും ചെയ്തിട്ടുണ്ട്. ഇനി ദലിത് പാന്തേഴ്സ് എന്താണെന്ന് നോക്കാം. 1970-കളിൽ മഹാരാഷ്ട്രയിൽ ഉയർന്നു വന്ന
ഒരു സാമൂഹിക രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു ദലിത് പാന്തേഴ്സ്. പ്രാഥമികമായി ദലിത് യുവാക്കൾ ഉൾപ്പെട്ട ഒരു പ്രസ്ഥാനമാണിത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ബാങ്ക് പാന്തർ പ്രസ്ഥാനത്ത് നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യയിലെ ദലിതുകൾ നേരിടുന്ന ജാതി വിവേചനത്തിനും സാമൂഹിക അസമത്വത്തിനുമെതിരെ പോരാടാൻ ഇത് ലക്ഷ്യമിടുന്നുണ്ട്. ബോധവൽക്കരണത്തിനും നീതി ആവശ്യത്തിനും പ്രസ്ഥാനം സാഹിത്യം, കല, ആക്ടിവിസം എന്നിവ ഉപയോഗിക്കുന്നുണ്ട്. ഇനി എന്താണ് ചിപ്കോ മൂവ്മെന്റ്? 1970കളിൽ ആരംഭിച്ച ഇന്ത്യയിലെ ഒരു അഹിംസാത്മക പരിസ്ഥിതി പ്രസ്ഥാനമായിരുന്നു ഇത്. ആലിംഗനം എന്നതിൻ്റെ ഹിന്ദി പദത്തിൽ നിന്നാണ് ചിപ്കോ എന്ന പേര് വന്നിട്ടുള്ളത്. കാരണം ഗ്രാമവാസികൾ പ്രധാനമായും മരങ്ങൾ മുറിച്ചു മാറ്റുന്നത് തടയാൻ മരങ്ങളെ കെട്ടിപ്പിടിച്ചു. വന നശീകരണത്തെക്കുറിച്ചും വനസംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രസ്ഥാനം ബോധവൽക്കരണം നടത്തി. ഇനി റൈറ്റ് ടു എഡ്യൂക്കേഷൻ, RTE, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. 2009 കുട്ടികളുടെ സൗജന്യവും നിർബന്ധവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശ നിയമം 6നും 14നും ഇടയിൽ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധവുമായ വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നുണ്ട്. ഒരു ഔപചാരിക സ്കൂളിലെ തൃപ്തികരവും തുല്യ നിലവാരമുള്ളതുമായ മുഴുവൻ സമയ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ഓരോ കുട്ടിക്കും അവകാശമുണ്ടെന്ന് ഇത് പറയുന്നുണ്ട്. അപ്പോൾ ഈ നിയമം ഇന്ത്യയിലെ പ്രാഥമിക വിദ്യാഭ്യാസം സാർവത്രികമാക്കുന്നതിനുള്ള സുപ്രധാനമായുള്ള ഒരു ചുവടുവെപ്പാണ്. ഇനി ISRO, അതായത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതി വികസിപ്പിക്കുന്നതിനായി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം 1969 സ്ഥാപിതമായി. 1975 ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചതും ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും ദൗത്യങ്ങൾ അയച്ചതും ഉൾപ്പെടെ സുപ്രധാന നാഴികക്കല്ലുകൾ കൈവരിച്ചു. ബഹിരാകാശ പര്യവേഷണത്തിൽ ഇന്ത്യയെ മുൻനിരയിലാക്കി ISRO ബഹിരാകാശ സാങ്കേതിക വിദ്യ മെച്ചപ്പെടുത്തുന്നത് തുടരുകയും ബഹിരാകാശ സാങ്കേതിക വിദ്യ മെച്ചപ്പെടുത്തുന്നത് തുടരുകയും ആശയവിനിമയം, റിമോട്ട് സെൻസിംഗ്, ദുരന്ത നിവാരണം തുടങ്ങിയ വിവിധ മേഖലകളിൽ സംഭാവനകൾ നൽകുകയും ചെയ്തു. ഇനി എന്താണ് 5 ഇയർ പ്ലാൻസ് എന്ന് നോക്കാം. ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികൾ 1951 ആരംഭിച്ചു. ഇത് കേന്ദ്രീകൃത സാമ്പത്തിക പരിപാടികളുടെ ഒരു പരമ്പരയാണ്. സോവിയറ്റ് മാതൃകയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സാമ്പത്തിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ദാരിദ്ര്യം കുറയ്ക്കുന്നതിനും കൃഷി, വ്യവസായം തുടങ്ങിയ പ്രധാന മേഖലകളെ നവീകരിക്കുന്നതിനും ഈ പദ്ധതികൾ ലക്ഷ്യമിടുന്നുണ്ട്. പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ രൂപപ്പെടുന്നതിൽ അവർ നിർണായകമായ പങ്ക് വഹിച്ചപ്പോൾ വികസനത്തിൽ കൂടുതൽ വഴക്കമുള്ളതും പൊരുത്തപ്പെടുന്നതുമായ ഒരു സമീപനത്തിന് വേണ്ടി 2015 പഞ്ചവത്സര പദ്ധതികൾ നീതി ആയോഗ് എന്ന രീതിയിൽ പേര് മാറ്റപ്പെട്ടു. ഫുഡ് ആൻഡ് സേഫ്റ്റി ബിൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഏകീകരിക്കുന്നതിനും ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിക്കുന്നതിനു വേണ്ടി 2006 ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് നിലവിൽ വന്നു. FSSAI ശാസ്ത്രാധിഷ്ഠിത മാനദണ്ഡങ്ങൾ സ്ഥാപിച്ച് ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപ്പാദനം, സംഭരണം, വിതരണം, വിൽപ്പന, ഇറക്കുമതി എന്നിവ നിയന്ത്രിക്കുന്നതിലൂടെ മനുഷ്യ ഉപഭോഗത്തിന് സുരക്ഷിതത്വവും ആരോഗ്യപരമായ ഭക്ഷണത്തിന്റെ ലഭ്യത ഉറപ്പാക്കാൻ ഈ നിയമം ലക്ഷ്യമിടുന്നുണ്ട്. പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനും രാജ്യത്തുടനീളമുള്ള ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനും FSSAI പ്രധാനമായ പങ്കുവഹിക്കുന്നു. ഇത്രയാണ് പ്രധാനപ്പെട്ട 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.